നിന്റെ സങ്കടം ഞാൻ മനസ്സിലാക്കുന്നു. നീ വിഷമിക്കണം. നല്ല ദിവസം ഞാൻ നിനക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു സമയത്തിനായി ക്ഷമയോട് കാത്തിരിക്കും. ഇത്രയും വലിയ ജനസാഗരം മാറ്റുവാൻ ട്രിവാൻഡ്രത്തിന്റെ ഈ ഒരു മണ്ണിൽ കാണുമ്പോൾ മിയ എന്ത് തോന്നുന്നു? എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി സന്തോഷമുണ്ട്. ആറ്റുകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എന്റെ കരിയറിന്റെ തുടക്ക സമയത്ത് ഞാൻ +2 പഠിക്കുന്ന സമയത്ത്, അതായത് എന്റെ കരിയർ തുടങ്ങി എന്റെ രണ്ടാമത്തെ വർക്ക് എന്ന് പറയുന്ന ഒരു കുഞ്ഞാലിമരക്കാർ എന്ന് പറയുന്ന ഒരു സീരിയലായിരുന്നു. ആ സീരിയല് മുഴുവനും ഇവിടെ ട്രിവാൻഡ്രത്തായിരുന്നു ഷൂട്ട് ചെയ്തത്. ഇവിടെ ആറ്റുകാല തൊട്ടടുത്തൊരു ഹോട്ടൽ ഉണ്ടായിരുന്നല്ലോ, അവിടെയായിരുന്നു സ്റ്റേ ചെയ്യുന്നതൊക്കെ. അപ്പം മിക്ക ദിവസവും ആറ്റുകാലമ്മേനെ കണ്ട് ഒന്ന് നമസ്കരിച്ചിട്ടാണ് എപ്പോഴും ഷൂട്ടിന് പോകാറുണ്ടായിരുന്നത്. അപ്പൊ എപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട് ആറ്റുകാലമ്മ. അപ്പൊ അങ്ങനെ എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരും ഒക്കെ എപ്പോഴും ആറ്റുകാലമ്മയുടെ ഇവിടെ വരുന്നതും പ്രാർത്ഥിക്കുന്നതും അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു. ആറ്റുകാല പൊങ്കാല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അറിയാത്ത ആരുമില്ല, അല്ലെ? ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒത്തുചേർന്ന് പൊങ്കാല നടത്തുന്ന ഒരു സ്ഥലം. ആദ്യമായിട്ടാണ് എനിക്ക് ആറ്റുകാലമ്മയുടെ ഈ മണ്ണില് എനിക്കൊരു പെർഫോമൻസ് ചെയ്യാൻ പറ്റിയത്. മുൻപ് പലപ്പോഴും ഈ അമ്പലത്തിന് മുന്നിലൂടെ ഞാനിങ്ങനെ പാസ് ചെയ്ത് പോയിട്ടുണ്ട്. ദൂരെ നിന്ന് ഞാനിങ്ങനെ ദർശിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഒരു 4 ചുവട് ഇങ്ങനെ വെക്കാൻ ഇതുപോലൊരു സദസ്സിന് മുമ്പിൽ ആദ്യമായിട്ടാണ് അവസരം കിട്ടിയത്. ഒത്തിരി സന്തോഷം. നിങ്ങള് ഇവിടെയുള്ള ഒത്തുചേർന്നിരിക്കുന്ന എല്ലാവരും ഭക്തരാണ്, കലാസ്നേഹികളാണ്. ആ ഒരു സ്നേഹവും സപ്പോർട്ടും നല്ലപോലെ നമുക്ക് ഇവിടുത്തെ സ്റ്റേജിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. നമ്മളവിടെ ബാക്ക് സ്റ്റേജിൽ പറയുമായിരുന്നു, നല്ലപോലെ എൻജോയ് ചെയ്യുകയും സന്തോഷിച്ച് നമ്മളെ ചിയർ ചെയ്യുകയും ചെയ്യുന്ന നല്ലൊരു ഓഡിയൻസ് ആണ് എന്ന് ബാക്ക് സ്റ്റേജിൽ ഞങ്ങൾ സ്നേഹമുണ്ട്. എല്ലാറ്റിനും നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. മറ്റന്നാളെയാണ് പൊങ്കാല. കണക്ക് പ്രകാരം